ഇന്ന് പാർലമെൻറ്റിൽ ഇരുസഭകളിലും പ്രക്ഷുബ്ധമായ രംഗങ്ങളായിരുന്നു. CJP അല്ലെങ്കിൽ ജെൻസി കുട്ടികളെ പെല്ലറ്റ് ഉപയോഗിച്ച് വെടിവെച്ചതിനെ പറ്റിയായിരുന്നു കൂടുതലും ഇന്ന് പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അതിൽ പ്രതിപക്ഷത്തിൻ്റെ ഈ സംസാരം ഭരണകക്ഷിക്ക് പിടിച്ചില്ല. പാർലമെൻറ്റ് കാര്യമന്ത്രി ജിജു അയാൾ പല പ്രാവശ്യം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തി. വളരെ പ്രക്ഷുബ്ധമായ രംഗമായിരുന്നു പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് 3-4 ആരോപണങ്ങൾ ഇന്ന് പറഞ്ഞു. ഇന്ന് അവിടെ അമിത്ഷാ സഭയിൽ വരാത്തത് പേടിച്ച് വിറച്ചതുകൊണ്ടാണ്. കാരണം ഇതിന് സമാധാനം പറയേണ്ടി വരും. അമിത്ഷാ പാർലമെൻറ്റിൽ വന്നെങ്കിൽ അമിത്ഷാ അവിടെ ഉത്തരവിലാണോ ഈ കുട്ടികളെ വെടിവെച്ചത് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ പ്രധാനമന്ത്രി അറിഞ്ഞിട്ടാണോ കുട്ടികളെ വെടിവെച്ചത്? അമിത്ഷാ അറിയാതെ, ആഭ്യന്തര വകുപ്പ് അറിയാതെയാണ് പോലീസ് ഇത് കൈകാര്യം ചെയ്ത് വെടിവെച്ചതെങ്കിൽ ആ പദവിയിൽ ഇരിക്കാൻ അമിത്ഷാ യോഗ്യനല്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പറയുന്നത് കേട്ടു. ഇതിൽ വളരെ പ്രക്ഷുബ്ധമായ അംഗത്തിനിടയ്ക്ക് പാർലമെൻറ്റ് കാര്യമന്ത്രി പറഞ്ഞത് അമിത്ഷാ ഭയപ്പെട്ടിട്ടാണ് വരാത്തത്, അദ്ദേഹം പറഞ്ഞിട്ടാണ് വെടിവെച്ചതെന്നുള്ള ആ വാക്കുകൾ പിൻവലിക്കണം എന്ന് വരെ പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷ നേതാവ് അത് പിൻവലിക്കാൻ തയ്യാറായില്ല. അത് വെടിവെച്ചത് തീർച്ചയായിട്ടും അത് BJPക്ക് RSSനുള്ള വിധേയത്വം കൊണ്ട് RSSകാരെ സൂചിപ്പിക്കാനാണ് വെടിവെച്ചതെന്നുള്ള രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയത്. ഏതായാലും അമിത്ഷാ വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടില്ലെങ്കിൽ തുറന്നു പറയണം. കാരണം അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ആ പെല്ലറ്റ് വെടി ഉതിർത്തതെങ്കിൽ ആ പോസ്റ്റിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. നമുക്കറിയാം, ഒരു പെല്ലറ്റ് ലാത്തിച്ചാർജിന് മുമ്പ് കൃത്യമായ വാണിങ്ങുകൾ കൊടുക്കണം. അതാണ് പോലീസിൻ്റെ നയമനുസരിച്ച് ഇന്ത്യയിൽ ചെയ്യേണ്ടത്. അതൊന്നും അവിടെ ഉണ്ടായില്ല. അവിടുത്തെ DCP ആണ് ഇത് ചെയ്തതെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. പെല്ലറ്റ് ഉപയോഗിച്ച് വെടിവെച്ച് 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു പത്രപ്രവർത്തനം, ഒരു പെല്ലറ്റ് കൊണ്ട് ഒരാളുടെ ഒരു കണ്ണ് പോയിട്ടുണ്ട്. ഒരു ആൺകുട്ടിയുടെ കയ്യിലും വയറിൻ്റെ സൈഡുകളിലും 7-8 പെല്ലറ്റുകൾ തറച്ചു കയറിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സമീപം നിന്ന ആ പയ്യൻ്റെ ആ ബനിയൻ ഉയർത്ത് ആ ദൃശ്യങ്ങളൊക്കെ പത്രക്കാരെ കാണിച്ചിരിക്കുന്നു. എത്ര ക്രൂരമായിട്ടാണ് ആ കുട്ടികളെ കൈകാര്യം ചെയ്തതെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാവും. കാരണം ആ ജന്തർ മന്ദിലെ അവരുടെ പ്രകടനം ഭരണഘടന അനുസരിച്ച് സമാധാനപരമായി അനുവദിച്ചിട്ടുള്ള ആ ഒരു പ്രകടനം തന്നെയാണ് നടത്തിയത്. ഗാന്ധിയൻ രീതിയിലുള്ള ഒരു പ്രകടനമാണ് അവർ നടത്തിയത്. ഗാന്ധിക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യം വന്നിട്ടുണ്ട്. അവർ ഒരു അപശബ്ദം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല. മുദ്രാവാക്യം വിളിച്ച് ജന്തർ മന്ദിറിൽ അവരെ ഈ നീറ്റ് പരീക്ഷയിലുള്ള ആ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട് അതിന് അടിയന്തരമായിട്ട് നടപടി വേണം. അതിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ആ ഡിമാൻഡിലാണ് ആ കുട്ടികൾ അവിടെ ജന്തർ മന്ദിറിൽ സംഘടിച്ചത്. ജന്തർ മന്ദിർ മുതൽ പാർലമെൻറ്റ് സ്ട്രീറ്റ് വരെ ഏകദേശം കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആ 1 കിലോമീറ്ററിലാണ് ആ സമരം നടന്നത് മുഴുവൻ. അത് അടിച്ചൊതുക്കാനായിട്ട് പോലീസിനെ ഉപയോഗിച്ച് ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ പോലീസ് DCP ഉൾപ്പെടെയുള്ളവരും അവിടുത്തെ DGP ഉള്ളവരും ഈ കുട്ടികളെ അടിച്ചമർത്താനായിട്ട് തയ്യാറാകില്ല. അപ്പോൾ അവർക്ക് കൃത്യമായ ഉത്തരവ് മേളിൽ നിന്ന് വന്നിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്തായാലും വളരെയധികം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർക്ക് എല്ലാം കൈയും കാലും ഒക്കെ കെട്ടി അവർ വരുന്നതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ വന്നാലും ശരി, അവർ ആ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ശ്രമിക്കുന്നവർക്ക് ഒരു കാര്യം ഉറപ്പായി. കാരണം കുട്ടികളെ വെടിവെക്കാനായിട്ട് ഉത്തരവില്ലാതെ അത് ആരോ വെച്ചു എന്നാണ് പറയുന്നതെങ്കിൽ അതിന് നടപടി വേണമല്ലോ, അതിനൊരു എൻക്വയറി വേണമല്ലോ. ഒരു പോലീസ് വെടിവെപ്പിന് മുമ്പ് ഒരു സഫീഷ്യൻറ്റ് വാണിങ് കൊടുക്കണം. അത് പെല്ലറ്റ് കൊണ്ടാണെങ്കിലും ശരി, തീർച്ചയായിട്ടും അതിന് വേണം. കാരണം പെല്ലറ്റ് കൊണ്ട് ഒരാൾ മരിക്കാം. ക്ലോസ് റേഞ്ചിൽ അടിച്ചു ഇപ്പോൾ ഒരാളുടെ കണ്ണ് പോയി 326 അനുസരിച്ചുള്ള ഒരു സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അറ്റംപ്റ്റ് ടു മർഡറിന് കേസെടുക്കണം. അതിനൊക്കെ
നിയമപരമായിട്ട് നോക്കിക്കഴിയുമ്പം അവിടെ കാണിച്ചതെല്ലാം സമാധാനപരമായി പ്രകടനം നടത്തി സമാധാനപരമായി പ്രതിഷേധം രേഖപ്പെടുത്തിയ കുട്ടികളെ ഇതുപോലെ ഉപദ്രവിച്ചതിൻ്റെ കാരണം RSSനെ അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പറഞ്ഞത്. അത് പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണം അത് പാർലമെൻറ്റുകാർ മന്ത്രി ജിജുവും അതുപോലതൊപ്പം തന്നെ മറ്റ് MP-മാരും പ്രക്ഷുബ്ധമായി മുദ്രാവാക്യം വിളികളോടെ അവിടെ കിടന്ന് ബഹളം വെച്ചു. അതെന്തായാലും ആ ബഹളം നിയന്ത്രിക്കാനായിട്ട് സ്പീക്കർക്ക് കഴിഞ്ഞില്ല. പ്രതിപക്ഷം തമ്മിൽ ബഹളം കുറേ നേരം നിന്നു. അതിനുശേഷം 2:30 മണി വരെ സഭ നിർത്തിവെച്ചു. ഏതായാലും ജൂലൈ 20 ജന്തർ മന്ദിറിലെ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പോലീസ് നടപടിയെല്ലാം നിയമവിരുദ്ധമാണ് എന്ന് രാഹുൽ ഗാന്ധി അവിടെ പ്രസംഗത്തിനിടയിൽ പറയുന്നത് കേട്ടു. അതുകൊണ്ട് എല്ലാ ആ വയലേഷൻ നടത്തിയ ആ സംഭവത്തിനെല്ലാം കേസുകൾ വേണം, അതിനെ സംബന്ധിച്ച് നടപടിയെടുക്കണം, അതിനെ സംബന്ധിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം, അവർക്കെതിരായിട്ട് കൃത്യമായ നടപടി വേണം. ഇതൊന്നും അറിയാതെ അവിടെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് അതറിയാതിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പമ്പര വിഡ്ഢികളാണ് എന്ന് വാക്കൂടെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പം പ്രക്ഷുബ്ധമായി പാർലമെൻറ്റ്. കാരണം അത് ഞാൻ പറഞ്ഞതല്ല, കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അദ്ദേഹം അത് പറയുന്നത് അത് എൻ്റെ സൃഷ്ടിയല്ല, അവിടെ സമരം നടത്തിയ കുട്ടികളാണ് ഈ BJPക്കാരും ആ പോലീസ് ഉദ്യോഗസ്ഥരും പമ്പര വിഡ്ഢികളാണെന്ന് പറഞ്ഞത്. അത് ഞാൻ വേണേൽ തിരിച്ചെടുക്കാം എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല. ഏതായാലും അതേ തുടർന്നാണ് അവിടെ അന്തരീക്ഷം പ്രക്ഷുബ്ധമായത്. എന്തായാലും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ കുട്ടികളെ ഉപദ്രവിച്ചതിനും അവിടെ പെല്ലറ്റ് കൊണ്ട് വെടിവെച്ചതിനും പരിക്കേറ്റ പലർക്കും എതിരായി ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ നടക്കുന്നവരുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഇപ്പം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു പെൺകുട്ടി റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. ധാരാളം പേര് ട്രീറ്റ്മെൻറ്റിലാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പാർലമെൻറ്റ് വളരെ പ്രക്ഷുബ്ധമാകും. അതുതന്നെയല്ല CJP അണികൾ ഇപ്പം അവരുടെ പല കേസുകളും പിൻവലിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് സമരം പൂർവാധിക ശക്തിയോടെ വീണ്ടും തുടങ്ങുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ E20 എന്ന ഒരു സംഘടന ഇപ്പം CJP പോലെ പാർട്ടിയെ പോലെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിലേകദേശം 10-25,000 പേരുണ്ടായിരുന്ന അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ 4 ലക്ഷം പേരോളം ആ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റും. അതുതന്നെയല്ല, അത് ഈ CJPയുടെ തന്നെ അവരുടെ കീഴിലുള്ള കുറേ അധികം ആൾക്കാർ സംഘടിപ്പിച്ചതാണ് E20. അതിനകത്ത് നമുക്കറിയാം, അതിനകത്ത് പ്യുവർ പെട്രോൾ ഡൽഹിയിൽ നിരോധിക്കുകയാണ്. എത്തനോൾ ചേർത്ത പെട്രോൾ 20% എത്തനോൾ ചേർത്ത പെട്രോൾ ആണ് അവൈലബിൾ ഉണ്ടാവുകയുള്ളൂ ഡൽഹിയിൽ. മറ്റ് വാഹനങ്ങൾക്ക് പെട്രോൾ വാഹനങ്ങൾക്കൊന്നും പെട്രോൾ ലഭിക്കില്ല. അതുകൊണ്ട് പെട്രോൾ വാഹനത്തിന് പെട്രോൾ ലഭിക്കണം എന്നുള്ള ഒരു സംഘടനയാണ്, അതാണ് അവരുടെ ഡിമാൻഡ്. അതുകൊണ്ട് E20 രംഗത്ത് വരുന്നുണ്ട്. കുട്ടികളുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ സമരം പിൻവലിപ്പിച്ചത്. അതുകൊണ്ട് BJP ഗവൺമെൻറ് അടിയന്തരമായിട്ട് അവരുടെ കേസുകൾ പിൻവലിക്കണം, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കണം. ഇനി അതുങ്ങളെ ഒരു സമരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പം തന്നെ കാലിടറിയിൽ നിൽക്കുന്ന BJPയുടെ പതനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്.